370 അവിടെ എടുത്ത് കളഞ്ഞപ്പോൾ ഏത് മുസ്ലിമിന് എന്ത് അവകാശമാണ് നഷ്ടപ്പെട്ടത്? ഏത് മുസ്ലിമിനാണ് നഷ്ടപ്പെട്ടത്? ഒരു അവകാശം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നിങ്ങൾ ചോദിച്ചില്ലേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ നിന്ന് എന്ത് നടപ്പാക്കിയെന്ന് ചോദിച്ചില്ലേ? 2002 കോൺഗ്രസ് കുന്തമാണ് ചെയ്തത്. 2002 86 ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന അടൽ ബിഹാരി വാജ്പേയി ആണോ കോൺഗ്രസ് ആണോ കൊണ്ടുവന്നേ? മൻമോഹൻ സിംഗ് ആണോ 2002 ഭരിച്ചത്? ചുമ്മാ കള്ളം പറയല്ലേ മനുഷ്യ, കള്ളം പറയരുത്. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ശ്രീജിത്തിനോട് എനിക്ക് പറയാനുള്ളത്, മൈനർ ആയിട്ടുള്ള കുട്ടികളുടെ വിവാഹത്തിന് കോൺഗ്രസ് അനുകൂലിക്കുന്നു എന്ന് എവിടെ പറഞ്ഞിട്ടുള്ളത്? ഈ രാജ്യത്തിന്റെ നിയമം അനുശാസിക്കുന്നതിന് അപ്പുറത്ത് അതിൽ താഴെയുള്ള പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ വിവാഹത്തെ കോൺഗ്രസ് ഒരിക്കലും അനുകൂലിക്കുന്നില്ല. യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നത് എന്തിനാ? ഞാൻ പറയട്ടെ പൂർത്തിയാക്കട്ടെ. ഞാൻ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞല്ലോ, പ്രാകൃതമായിട്ടുള്ള മത നിയമങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ അതിനെ അതിലംഘിക്കേണ്ടതാണെങ്കിൽ അതിനെ അതിലംഘിക്കുക തന്നെ വേണം. അതിന് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാവണം. പക്ഷേ യൂണിഫോം സിവിൽ കോഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. യൂണിഫോം സിവിൽ കോഡ് അതാണ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ഡ്രാഫ്റ്റ് എവിടെ? നമ്മൾ എന്തിന്റെ പേരിലാണ് ചർച്ച ചെയ്യുന്നത്? NRCയുടെ ഡ്രാഫ്റ്റ് കണ്ടിട്ടാണോ അതിനെ കോൺഗ്രസ് എതിർത്തത്? NRCയുടെ ഡ്രാഫ്റ്റ് ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. NRC നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺസ് അല്ലല്ല. ശ്രീ ജിൻഡോ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. താങ്കൾ ഇപ്പോൾ പറയുന്നു ഇതിന്റെ കരട് അല്ല, ഒരു സെക്കൻഡ്. താങ്കൾ പറയുന്നു യൂണിഫോം സിവിൽ കോഡിന്റെ കരട് പോലും കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് താങ്കൾക്ക് അതിനെപ്പറ്റി ആ രീതിയിലുള്ള അഭിപ്രായമില്ലാത്തത്. കരട് കണ്ടിട്ട് നമുക്ക് പറയാമെന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നു, നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺസ് NRC ഇവിടെ നടപ്പാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെല്ലാം പ്രക്ഷോഭം നടത്തിയിരിക്കുന്ന പാർട്ടികളിൽ ഒന്ന് കോൺഗ്രസ് ആണ്. അതിന്റെ കരട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, ഇന്നേവരെ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പ്രതിഷേധിച്ചത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മതനിയമപ്രകാരം നമ്മുടെ നാട്ടിലുള്ള ചില മതങ്ങളിൽ അനുവർത്തിക്കുന്ന മതനിയമപ്രകാരം ഒരു പെൺകുട്ടിയുടെ നാച്ചുറൽ ഗാർഡിയൻ എന്ന് പറയുന്നത് അതിന്റെ അമ്മയല്ല. അംഗീകരിക്കുന്നുണ്ടോ കോൺഗ്രസ്? പറയണം. ഒരു കുട്ടിയുടെ നാച്ചുറൽ ഗാർഡിയൻ അമ്മയല്ല എന്ന് കോൺഗ്രസിന് അഭിപ്രായമുണ്ടോ? മിണ്ടാതിരിക്കരുത് ശ്രീ ജിൻഡോ. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. കോൺഗ്രസ് പറഞ്ഞിട്ടില്ലല്ലോ എവിടെയെങ്കിലും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നത്? യൂണിഫോം സിവിൽ കോഡിന് നമ്മൾ ഞാൻ ചോദിക്കട്ടെ, ഇനി ചോദിക്കട്ടെ. ഒരു സ്ത്രീക്ക് എന്താണ് അതൊന്ന് പറയാം. അപ്പൊ ലോ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചില്ലേ? ലോ കമ്മീഷൻ റിപ്പോർട്ട് ലോ കമ്മീഷൻ റിപ്പോർട്ട് കണ്ടില്ലേ? ഇല്ല, ഞാനല്ലല്ലോ പറഞ്ഞേ. ലോ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചിട്ട് അതിൽ ഇത് വേണ്ട എന്ന് ബഹളം വെക്കരുത്. ബഹളം വെച്ചാൽ എനിക്ക് സംസാരിക്കാനില്ല. ആ കൺസൾട്ടേഷൻ പേപ്പറിൽ ഡിസ്ക്രിമിനേറ്ററി ആയി ഇവിടെ നിലനിൽക്കുന്ന ലോകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ വിഭാഗത്തിലുള്ളതാണെന്ന് ഇൻഡിവിജ്വലായിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഈ യൂണിഫോം സിവിൽ കോഡ് എന്താണ് എന്നുള്ളതിനെ പറ്റി ഈ ലോ കമ്മീഷൻ അവിടെ പറയുന്നുണ്ടല്ലോ, ഏതൊക്കെ മേഖലകളെ അഡ്രസ് ചെയ്യുമെന്ന്. അതിൽ പറയുന്നത് ഗാർഡിയൻഷിപ്പ് ഇല്ലേ, അതിൽ പറയുന്നത് സക്സഷൻ ഇല്ലേ, വിവാഹമില്ലേ, ഡിവോഴ്സ് ഇല്ലേ, ഈ പറയുന്ന കാര്യങ്ങൾ, മെയിന്റനൻസ് ഇല്ലേ, ഈ പറയുന്ന കാര്യങ്ങളല്ലേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ കണ്ടിട്ടില്ല. ഉത്തരാഖണ്ഡിൽ വന്നിരിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ കോടതികൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അംബേദ്കർ പറഞ്ഞ എന്താണെന്നറിയുമോ? ഈ നാട്ടിലുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ഉൾപ്പെടെയുള്ള സിവിൽ നിയമങ്ങൾ ഏകീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏകീകരിക്കപ്പെടാത്ത രണ്ട് ഭാഗങ്ങളേ ഉള്ളൂ. ഒന്ന് മാര്യേജ്, 2 സക്സഷൻ, വിവാഹം, പിന്തുടർച്ചാവകാശം. അംബേദ്കർ പറഞ്ഞതാണ്. അതിനുശേഷം കോടതികൾ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഈ കാര്യങ്ങളിലെല്ലാം തന്നെ പറഞ്ഞു, മതപരമായിട്ട് ആർട്ടിക്കിൾ 25ഉം 26ഉം നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടുന്നതല്ല ഒരു സെക്യുലർ നേച്ചറുള്ള ഒരു കാര്യം വിവാഹം, പിന്തുടർച്ചാവകാശം. പറഞ്ഞിരിക്കുന്ന ഈ നാട്ടിലെ സുപ്രീം കോടതിയാണ്. ജസ്റ്റിസ് VY ചന്ദ്രചൂഡ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നീട് കോടതി, നേരത്തെ ഇവിടെ ശ്രീ ഹരിദാസ് പറഞ്ഞിരിക്കുന്ന ആ വിഷയത്തിൽ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏത് വിഷയത്തിനെ പറ്റിയാണ്? മാര്യേജ് നിങ്ങൾ ഏതൊക്കെ രീതിയിൽ നടത്തിക്കഴിഞ്ഞാലും മാര്യേജ് ഈസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിൽ സ്റ്റേറ്റിന് ഒപ്പീനിയൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ആരാണ് സർ? ഈ നാട്ടിലെ കോടതിയാണ്. ഈ കോടതി പറഞ്ഞിരിക്കുന്നതെല്ലാം ഇതിനെ അഡ്രസ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്നാണ്. എന്നിട്ടും ഞങ്ങൾക്ക് യൂണിഫോം സിവിൽ കോഡ് എന്താണെന്ന് അറിയില്ല എങ്കിൽ താങ്കൾ എന്തിന്റെ പേരിലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? കോൺഗ്രസ് ഇതിനെതിരെ അതിശക്തമായിട്ട് അണിയറയിൽ പ്രത്യക്ഷ സമരവുമായി ബന്ധപ്പെട്ട് വരും. ആണ്ടാമുറിയാത്ത സമരവുമായിട്ട് ഇന്ത്യ ഒട്ടാകെ കോൺഗ്രസ് നിലയുറപ്പിക്കും. ഇവിടെ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ആളുകളെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ കോൺഗ്രസ് ഒരു കാലത്തും സമ്മതിക്കില്ല. അതിന് പറ്റിയ സാമൂഹിക സാഹചര്യമല്ല ഇന്ത്യയിൽ എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടല്ലോ. ഇത് പ്രഖ്യാപിക്കുന്ന നരേന്ദ്രമോദിക്കുമുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഇതിനൊരു ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിക്കാത്തത്? ഇതൊരു നിയമം നടപ്പാക്കാൻ പോകുന്നു എന്ന് പറയുന്നതിനപ്പുറം എന്താണ് നിയമം എന്ന് പറയണ്ടേ? സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? അയ്യോ സർ, ഞാൻ അഭിനയിക്കുന്നു അല്ല സർ, തീർച്ചയായിട്ടും അല്ല. എന്താ അത് പറയാത്തെ?
അതിനുള്ള ധൈര്യവും ചങ്കൂറ്റവും നരേന്ദ്രമോദിക്ക് ഉണ്ടെന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇത് വരില്ലേ? അതൊന്ന് ക്ലിയർ ചെയ്യാമോ? ഇപ്പൊ നരേന്ദ്രമോദിക്ക് ചങ്കൂറ്റമില്ലാത്തതാണോ ഈ പ്രശ്നം? നരേന്ദ്രമോദിക്ക് ചങ്കൂറ്റം ഇല്ലാത്തത് കൊണ്ടാണല്ലോ കോൺഗ്രസ് ഭയന്നിരുന്ന ആർട്ടിക്കിൾ 370 എടുത്ത് കളയാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് ആൾക്കാർ കണ്ടതാണ്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് ഭീകരവാദികളുടെ അക്രമമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ രാഹുൽ ഗാന്ധിക്ക് സഹോദരിയുടെ മേൽ മഞ്ഞെറിഞ്ഞ് കളിക്കാൻ പറ്റിയത്, അല്ലേ? അതുകൊണ്ടാണ് ഇന്ത്യൻ പട്ടാളക്കാരെ പാകിസ്ഥാന് വിട്ടുകൊടുത്തത്, അല്ലേ? ഏത് പാകിസ്ഥാന് വിട്ടുകൊടുത്തു? ഏത് പട്ടാളക്കാരെ വിട്ടുകൊടുത്തേ? ആരെ ഏത് വർഷത്തെ കാര്യം ഈ പറയുന്നത്? ഈ പുൽവാമയെന്ന് നിങ്ങൾ മറന്നുപോയോ? പുൽവാമ വിട്ടുകൊടുത്തതാണ്. പുൽവാമ അല്ലല്ല, ഒരു സെക്കൻഡ് പുൽവാമ വിട്ടുകൊടുത്താണ്. രാഹുൽ ഗാന്ധി പുൽവാമ വിട്ടുകൊടുത്തതാണ്. മഞ്ഞെറിഞ്ഞു കൊടുത്തതിന് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുന്നതിന് മറുപടി പറയുന്നില്ല. ഞാൻ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. പിൻവലിച്ച ആളുകളല്ലേ? എന്ത് പിൻവലിച്ച ആളുകളല്ലേ നിങ്ങൾ? രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ ഞാനല്ലല്ലോ പിൻവലിച്ചത്. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ ഞാനല്ലല്ലോ പിൻവലിച്ചത്. ഞാൻ കളിച്ചതൊന്നും നിങ്ങളുടെ സൗകര്യത്തിലല്ല. അയ്യോ, കാശ്മീരിൽ ഭീകരവാദികൾ ഇല്ലാതിരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി സഹോദരിയുമായി മഞ്ഞെറിഞ്ഞ് കളിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ നേട്ടമാണോ ബിജെപിയുടെ നേട്ടമാണോ? കോൺഗ്രസിന്റെ നേട്ടം തന്നെയാ. അതെങ്ങനെ? നാട്ടിൽ ആളുകൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് മഞ്ഞ് എവിടെ ഉണ്ടായോ? അതുകൊണ്ട് രാഹുൽ ഗാന്ധിയോട് വിശ്വാസമുള്ളതുകൊണ്ട് മഞ്ഞ് എവിടെ ഉണ്ടായോ? എറിഞ്ഞു കളിച്ചോ എന്നും പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നത് അവിടുത്തെ സുരക്ഷ, അവിടുത്തെ ഭീകരവാദം ഒഴിവാക്കി അല്ല, അവിടുത്തെ ഭീകരവാദം ഒഴിവാക്കിയിരിക്കുന്നത് ആരുടെ ഇടപെടൽ കൊണ്ട്? അത്ര മാത്രമേ ചോദ്യം ചോദിച്ചുള്ളൂ. 370 കഴിഞ്ഞതിന് ശേഷം കാശ്മീരിൽ 370 പിൻവലിച്ചതിന് ശേഷം കാശ്മീരിൽ നിലനിൽക്കുന്നത് സമാധാനമാണോ അല്ലയോ? കാശ്മീരിൽ ഇപ്പൊ ബിസിനസ്സുകൾ ഉണ്ടാകുന്നു, കാശ്മീരി ആപ്പിളുകൾ ഇപ്പൊ തിന്നാനായിട്ട് ഇവിടത്തേക്ക് കിട്ടുന്നു, എന്തെല്ലാം കാര്യം വന്നു. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ ഇടപെടല്ലേ? ഞാൻ കള്ളം പറയുമ്പോൾ ഇടപെട്ടോളൂ. താങ്കൾ ഞാൻ സംസാരിച്ചു വരുന്ന വഴിക്ക് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ഇവിടെ നിറയെ കിട്ടുകയായിരുന്നു, ഇവിടെ നിറയെ ഇഞ്ഞ് കിട്ടുകയായിരുന്നു. കാശ്മീരി ആപ്പിള് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെയാ കിട്ടിയിരിക്കുന്നത്? എവിടേക്കായിരുന്നു കച്ചവടത്തിന് ഇരുന്നേ? കാശ്മീരി ആപ്പിൾ എവിടേക്കാ കച്ചവടത്തിന് വരുന്നതെന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. അവിടുത്തെ നിയമങ്ങൾ മാറുന്നു, അവിടെ ട്രേഡിന് പ്രശ്നമില്ലാതെയാകുന്നു, അവിടത്തേക്ക് ആൾക്കാർക്ക് ചെല്ലാൻ പറ്റുന്നു, അവിടെ ഉള്ളവർക്ക് പുറത്തേക്ക് വിൽക്കാൻ പറ്റുന്നു, കുറെ അധികം കാര്യങ്ങൾ അവിടെ നടന്നു. അതുകൊണ്ട് ദയവീത് അത് പറയരുത്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. അല്ല, കാശ്മീരിൽ പ്രത്യേക നിയമങ്ങൾ ഉണ്ടായിരുന്നു സാർ. നിങ്ങൾക്ക് അവിടെ പോയി കൃഷി ചെയ്യാൻ പറ്റില്ലായിരുന്നു. നിങ്ങൾക്ക് അവിടെയുള്ള കുട്ടികൾക്ക് പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശമില്ലായിരുന്നു. കല്യാണം കഴിച്ച് കാശ്മീരിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സ്ത്രീകൾക്ക് സ്വത്തിൽ അവകാശമില്ലായിരുന്നു. വെറുതെ തർക്കിക്കരുതേ. ഈ നാട്ടുകാർ കണ്ടതാണ് എടുത്തു കളഞ്ഞപ്പോ അവിടെ എന്തൊക്കെ മാറ്റമുണ്ടായെന്ന്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? കുറച്ച് കുടുംബക്കാർക്ക് കിട്ടിയിരുന്ന അവകാശങ്ങൾ അവരുടേത് മാത്രമായി വെച്ചിരുന്ന അവകാശങ്ങളായിരുന്നു 370 അവിടെ എടുത്തു കളഞ്ഞപ്പോ ഏത് മുസ്ലിമിന് എന്ത് അവകാശമാണ് നഷ്ടപ്പെട്ടത്? ഏത് മുസ്ലിമിനാണ് നഷ്ടപ്പെട്ടത്? ഒരു അവകാശം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? പ്രാഥമികമായിട്ട് ഇന്ത്യ മുഴുവൻ ആൾക്കാർക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു റൈറ്റായി മാറി, ഒരു ഫണ്ടമെന്റൽ റൈറ്റായി മാറി. മിണ്ടല്ലേ? നിങ്ങൾ ചോദിച്ചില്ലേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ നിന്ന് എന്ത് നടപ്പാക്കിയെന്ന് ചോദിച്ചില്ലേ? 2002 കോൺഗ്രസ് കുന്തമാണ് ചെയ്തത്. 2002 86 ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന അടൽ ബിഹാരി വാജ്പേയി ആണോ കോൺഗ്രസ് ആണോ കൊണ്ടുവന്നേ? മൻമോഹൻ സിംഗ് ആണോ 2002 ഭരിച്ചത്? ചുമ്മാ കള്ളം പറയല്ലേ മനുഷ്യ, കള്ളം പറയരുത്. എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. 2002 ഇവിടെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മനുഷ്യ, ഞാൻ പറയട്ടെ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും, ഒന്ന് അടങ്ങൂ, ഒരു പൊടിക്ക് അടങ്ങൂ. 2002 86 ഭരണഘടനാ ഭേദഗതി വഴി ഈ നാട്ടിൽ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിർബന്ധിതവും അത് അവരുടെ മാതാപിതാക്കൾ നൽകേണ്ടുന്ന പ്രധാനപ്പെട്ട ചുമതലയായി മാറിയിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന താങ്കൾ പറഞ്ഞല്ലോ 35 മുതൽ 51 വരെയുള്ള കാര്യം, ആ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ രാജ്യത്ത് നടപ്പാക്കിയതും അത് റൈറ്റ് ടു ലൈഫിൽ ഉൾപ്പെടുത്തിയതും റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിനെ ഒരു ഭരണഘടനാപരമായിട്ടുള്ള മൗലികാവകാശമാക്കി മാറ്റിയത് അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കാലത്താണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ആ അവകാശം പോലും കാശ്മീരിൽ നിങ്ങൾ നൽകിയില്ല. മൻമോഹൻ സിംഗ് 10 വർഷം ഭരിച്ചിരുന്ന സമയത്ത് നൽകിയില്ല. അയ്യോ, അത് നടപ്പാക്കിയ ഉടനെ തന്നെ സർക്കാർ മാറി സാർ.
അന്നേരം സർക്കാർ മാറിയെന്നേ. അതിന് സർക്കാർ മാറി, വന്നപ്പോൾ നടപ്പാക്കി. സർക്കാർ മാറി. നരേന്ദ്രമോദി വന്നപ്പോഴാണ് അതെടുത്ത് മാറ്റിയത്. എപ്പോഴാ? 10 വർഷം അവിടെ ഭരിച്ചു. 10 വർഷം ഭരിച്ചപ്പോ കിട്ടാതിരുന്ന ഇന്ത്യയിൽ മറ്റെല്ലായിടത്തും ചെറിയ കുട്ടികൾക്ക് അത് പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളും. അത് പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളും. അത് പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളും. അതുകൊണ്ടാണ് നിങ്ങൾ ഇടപെടുന്നത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. 2002 മുതൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമം, കാശ്മീരിൽ 6 വയസ്സുള്ള ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിർബന്ധിതമോ സൗജന്യമോ അല്ലാതെ തുടരുമ്പോ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടൊന്നും കണ്ടില്ലല്ലോ. നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് കണ്ടില്ലല്ലോ. കള്ളം പറയുമ്പോ പിടിക്ക്. ഞാൻ കള്ളം പറയുമ്പോ പിടിക്ക്. അതാണല്ലോ ഞാൻ നിങ്ങൾക്ക് തന്ന അവകാശം. അതാണല്ലോ നിങ്ങൾക്ക് ഞാൻ തന്ന അവകാശം. അതുകൊണ്ട് അടങ്ങ്. ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ. അവകാശം പറയണ്ട. നിങ്ങളുടെ അവകാശമൊക്കെ എടുത്ത് കളഞ്ഞു. ഞാൻ പറയട്ടെ. പെൺകുട്ടി ആസിഫയെ കൊന്ന മിണ്ടല്ലേ. ഞാനൊന്ന് സാറേ ചോദിക്ക്. ഞാൻ പറയാം. പോക്സോ ആക്ട് 2012 കോൺഗ്രസ് കൊണ്ടുവന്നിരുന്ന പോക്സോ ആക്ടിൽ ഉണ്ടായിരുന്ന 7 വർഷം തടവെന്ന് പറഞ്ഞതിനെ 10 വർഷം തടവാക്കി മാറ്റിയത് ഏത് സർക്കാരാണ്? അതിനെ 20 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനാക്കിയത് ഏത് സർക്കാരാണ്? 16 വയസ്സിൽ താഴെയുള്ള മിണ്ടല്ലേന്നേ. അല്ല, പറയട്ടെ ശ്രീത്ത് പറയട്ടെ. ചിന്തോ ഒന്ന് മിണ്ടാതിരിക്കൂ, എന്നാലേ കേൾക്കുള്ളൂ. നിങ്ങൾക്ക് ഞാൻ കേട്ടതിന്റെ മറുപടിയല്ലേ പറയട്ടെ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. 16 വയസ്സിൽ താഴെയുള്ള, അതാണല്ലോ ഈ 6 വയസ്സിൽ വരുന്ന ഗണം. 16 വയസ്സിൽ താഴെയുള്ള കുട്ടിയെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ വർദ്ധിപ്പിച്ചത്, വേണമെങ്കിൽ കൊലപാതകം വരെ ശിക്ഷ നൽകാവുന്നത്, ജീവപര്യന്തം കിട്ടാവുന്നത്, ഈ രീതിയിലത്തേക്ക് അതിനെ പരിഷ്കരിച്ചത് ഏത് സർക്കാരാണ്? അതുകൊണ്ട് ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങൾ പറയരുത്. മിണ്ടാതിരിക്കൂ സാറേ, മിണ്ടാതിരിക്കൂ. ഇന്ദിരാഭവൻ അല്ല, മിണ്ടാതിരിക്കേ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ വർക്കിച്ച ഏവം പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞ വെറും പുലിയല്ല, ഒരു സിംഹം. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.